മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1:15. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവൻ. യോഹന്നാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു മനോഭാവം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഞാൻ പറയാൻ കാരണം, വളരെ വർഷങ്ങൾക്ക് മുൻപാണ് എങ്കിലും കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ നിദ്രവിള എന്ന ഇടവകയിൽ അച്ഛന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പതിവ് പോലെ എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫറായി. ആളുകൾ എങ്ങനെയോ മണത്തറിഞ്ഞു, എല്ലാവരും ബഹളമായി. അച്ഛനെ കൊണ്ടുപോകാൻ പറ്റില്ല. അവർ പറഞ്ഞു, ഞങ്ങള് ചങ്ങനാശ്ശേരി അരവന പോവാം. ഞാൻ പറഞ്ഞു, യോ പ്ലീസ് ഡോണ്ട് ഗോ, ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നാൽ അപ്പോൾ പിതാവ് എന്തോ കാര്യത്തിന് അമ്പൂരി വരുന്നുണ്ടെന്ന് അറിഞ്ഞു അവിടെ ചെന്നു. എന്നോട് ചോദിക്കാതെ തന്നെ അവിടെ ചെന്നു. പിതാവിനോട് പറഞ്ഞു, അച്ഛനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താരെന്താടോ മാജിക്ക് കാണിച്ച്? അവിടെ സാധാരണ അച്ഛന്മാരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ആളുകൾ വരുന്നത്, ഇത് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു വന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ നിരപരാധിയാണ്, എനിക്ക് പ്രാർത്ഥിക്കാനല്ലാതൊന്നും അറിയത്തുമില്ല. കൃത്യമായി പറഞ്ഞാൽ ഞാൻ അവിടെ വീടുകൾ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് റിയാലിറ്റിയാണ്. അതാണ് അവരെടുത്തു പറയുന്നത്. എന്റെ പിതാവ് അവരുടെ ആ അപേക്ഷ മാനിച്ചുകൊണ്ട് എന്നെ മാറ്റാതിരുന്നില്ല, മാറ്റി. എങ്കിലും അടുത്തുള്ള പടന്താരമൂട്ടിലേക്ക് മാറ്റിയിട്ട് മാസത്തിലൊരിക്കൽ അവിടെ പോകണം എന്ന് നിർദ്ദേശവും തന്നു. എന്നാൽ അടുത്ത ഞായറാഴ്ച ഞാൻ ഈ വിവരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോട് പറയാനിടയായി, എനിക്ക് പുറമേ വരുന്ന വ്യക്തി, എന്റെ പിന്നാലെ വരുന്ന വ്യക്തി എന്നെക്കാൾ പ്രബലനാണ്. നിങ്ങൾ വിദേശിക്കുന്ന പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം നമുക്ക് വരുന്നത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്, നിങ്ങളത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പതുക്കെ ചിന്തിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്ക് പിന്നാലെ വരുന്നവൻ വലിയവനാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം സ്നാപക യോഹന്നാനെ പോലെ നമുക്കും ഉണ്ടാവണം. ഞാൻ മാറിയാൽ ലോകം തീരും എന്ന ചിന്തകൾ തെറ്റാണ്. അത് വികലമായ വ്യക്തിത്വമാണ്. മറ്റുള്ളവരെ സ്വാഗതം ചെയ്യാനും അവരെ ആദരിക്കാനും കഴിയുമ്പോഴാണ് നാം തമ്പുരാന്റെ മക്കളായി മാറുക. അതിനെല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളിലും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.